ഹലോ കൂട്ടുകാരെ, സാന്ത്വനം 2-ലെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ ദേവി വിഷമിച്ചിരിക്കുന്ന ഗോമതിയുടെ അടുത്തേക്ക് ദേവി വരികയാണ്. ദേവി എന്നിട്ട് പല പല വാക്കുകൾ പറഞ്ഞിട്ടും ഗോമതിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഗോമതിക്ക് അതിലൊന്നും ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ദേവി പറയും, അമ്മയുടെ മകൾ ഒന്നുകിൽ അമ്മയുടെ അടുത്തെങ്കിലും ഉണ്ടല്ലോ, അമ്മേൻ്റെ കണ്ണിൻ മുൻപിലില്ലേ, എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ, എനിക്കൊന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ല. ആ സമയത്തൊക്കെ, എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട സമയത്തൊക്കെ ഞാൻ മരണത്തിനെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് അമ്മയും എൻ്റെ അനിയത്തിമാരുമാണ്. അതുകൊണ്ടാണ് എനിക്കിന്ന് ഇത്രയെങ്കിലും മാറാൻ കഴിഞ്ഞത്. അതുപോലെ അമ്മയും സത്യത്തിനെ അംഗീകരിച്ചുകൊണ്ട് മാറണം എന്ന് പറയും. അപ്പോൾ ഗോമതിക്കൊരു ചെറിയൊരു ആശ്വാസം തോന്നും. അങ്ങനെ ദേവി ഭക്ഷണം എടുത്തുകൊടുന്ന് ഗോമതിക്ക് ഭക്ഷണം വാരി കൊടുക്കും. അപ്പോൾ ഗോമതി കരയുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ. ദേവി പറയും, അമ്മ ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്ന് ഒരിക്കലും ഇങ്ങനെ കരയാൻ പാടില്ല, അത് ആ ഭക്ഷണത്തെ നിന്ദിക്കുന്നത് പോലെയാണ്, അതുകൊണ്ട് അമ്മ ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് ദേവി ആശ്വസിപ്പിച്ച് ഫുഡ് കൊടുക്കണം. ഇതേ സമയം നമ്മുടെ അനുവിൽ നിന്ന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കലിയോടുകൂടി വരികയാണ് മീനാക്ഷി. അപ്പോൾ സുകന്യ ഡ്രസ്സുകൾ ഇങ്ങനെ തോരയിടുകയാണ് അയലമ്മ. അപ്പോൾ മീനാക്ഷി സുകന്യയെ എന്ന് വിളിച്ചിട്ട് ഉറക്കെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ സുകന്യ ആകെ ഞെട്ടും. അപ്പോൾ സുകന്യ ചോദിക്കും, എന്താ മീനു, എന്താ ഇങ്ങനെ പേടിപ്പിക്കുന്ന പോലെ സംസാരിക്കുന്നേ? ഓ, സുകന്യച്ചിക്ക് പേടി തോന്നിയോ? അതെന്താ, തെറ്റ് വല്ലതും ചെയ്താലല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ? സുകന്യച്ചി തെറ്റ് വല്ലതും ചെയ്തിട്ടുണ്ടോ? സുകന്യയ്ക്ക് കാര്യം മനസ്സിലാവും, മീനുവിന് എന്തോ കിട്ടിയിട്ടുണ്ട്, എന്തോ മനസ്സിലായിട്ടുണ്ടെന്ന്. പക്ഷേ സുകന്യ അവിടെ കിടന്ന് ഇങ്ങനെ ഉഴപ്പാൻ നോക്കും. അപ്പം മീനു പറയും, എന്നാലും എൻ്റെ സുകന്യേച്ചി, നിങ്ങൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നു? അനുവിനെ കാണാതെ ഇവിടെ എല്ലാവരും ടെൻഷൻ അടിച്ച് നടന്നപ്പോഴും നിങ്ങൾക്കൊരാൾക്ക് സത്യം അറിയായിരുന്നു അനു എവിടെ പോയതാണ്, എന്നിട്ട് നിങ്ങളൊരാൾ ഒരു വാക്ക് പോലും ഇവിടെ പറഞ്ഞില്ല. അപ്പോൾ സുകന്യ പറയും, ഞാൻ അവൾ അലോകിനെ കാണാൻ പോകുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ അവൾ അലോകിൻ്റെ കൂടെ ഒളിച്ചോടി പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ മീനുവിന് കൂടുതൽ ദേഷ്യം വരും. മീനു പറയും, നിങ്ങൾക്കെന്താ ബുദ്ധിയില്ലേ? അലോകിനെ ശത്രുവായിട്ട് കണ്ടവളാണ് അനുക്കുട്ടി. എന്നിട്ട് അവൻ്റെ പിന്നാലെ അവൾ പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഈ വീട്ടിലെ ഒരു ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവിടെ ആരോടെങ്കിലും പറയണമായിരുന്നു, ഒന്നുകിൽ അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ മാമൻ്റെ അടുത്തോ ആരുടെയെങ്കിലും അടുത്ത്. പക്ഷെ നിങ്ങളതൊന്നും ചെയ്തില്ല. നിങ്ങൾ എന്ത് പറയണമായിരുന്നു അനുവിനോട്? നീ വിഷമിക്കേണ്ട, ഇത് ഒരു ഫോട്ടോ മാത്രമാണ്, മോർഫ് ചെയ്തൊരു ഫോട്ടോ മാത്രമാണ്, എന്ത് കാണിച്ചാലും നിന്നെ ഞങ്ങൾ വിശ്വസിക്കും, നിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കാതെ അതിന് പകരം നിങ്ങളെന്ത് ചെയ്യും? അവളെയും വിളിച്ചുകൊണ്ട് അലോകിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് നിങ്ങളതിവിടെ മറച്ചു വയ്ക്കുകയും ചെയ്തു. അത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോൾ സുകന്യ പറയും, ഞാനിങ്ങനെയൊക്കെ ചെയ്തതിന് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളെ മാത്രം കാണിച്ചാൽ മതിയോ അതോ ഈ വീട്ടുകാരെ മുഴുവൻ കാണിക്കണോ എന്ന് ചോദിച്ച് മീനു ചൂടാവും. അത് കേട്ടോടുകൂടി സുകന്യയ്ക്ക് ആകെ പേടിയാവും. കാരണം ഇവിടെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞ സുകന്യയുടെ നിലനിൽപ്പ് വരെ അവിടെ അവസാനിച്ചു. അങ്ങനെ മീനു പറയും, ഈ കുടുംബം നശിക്കേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ഇതാരോടും പറയുന്നില്ല എന്ന് പറഞ്ഞ് സുകന്യ അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദിനെയും ആകാശിനെയും ഒക്കെയാണ്. അപ്പോൾ ആര്യൻ ഇപ്പോഴും അനു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. അപ്പോൾ ആനന്ദ് പറയും, നിനക്ക് നിൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല, കാരണം നീ അത്രയധികം വിശ്വസിച്ചിരുന്ന ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്തതായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ് നിൻ്റെ പ്രശ്നം. പക്ഷേ സത്യത്തെ നീ അംഗീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ആര്യനെ ഉപദേശിക്കുകയാണ്. ഈ സ്ഥലത്തോട്ടാണ് ധർമ്മൻ കയറി വരുന്നത്. ധർമ്മൻ പറയും, നമുക്ക് ആർക്കും കടയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സീരിയസ്നെസ് ഇല്ല. നമ്മളുടെ ഒരു സ്ഥിരം ക്ലയൻ്റ് ആയിരുന്ന ഒരു ഹോട്ടലുകാർ പച്ചക്കറികൾ ചോദിച്ചിട്ട് 2 തവണയായി വിളിക്കുന്നു, പക്ഷെ നമ്മളത് ഡെലിവറി ചെയ്ത് കൊടുത്തില്ല. അതുകൊണ്ട് അവർ ആ ഓർഡർ വേറെ ഒരു കടക്കാർക്ക് കൊടുത്തു. പിന്നെയും നമ്മുടെ ഇങ്ങനത്തെ ഡീലേഴ്സിനെയും ക്ലയൻസിനോടൊന്നും നമ്മളിപ്പോൾ കറക്റ്റായിട്ട് മറുപടി പറയുന്നില്ല. കച്ചവടം ഇനി എന്തായി തീരുമെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ധർമ്മൻ ആശങ്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ആ രാത്രി കഴിയും. പിറ്റേ ദിവസം രാവിലെ ആര്യൻ എന്നിങ്ങനെ പല്ല് തേക്കും. ഈ പല്ല് തേക്കുമ്പോഴാണ് അപ്പുറത്ത് ബാലനെ കാണുക. ബാലനെ കണ്ടതോടുകൂടി ആര്യനൊരു രസം തോന്നും, ബാലനൊന്ന് വിഷമിപ്പിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ആര്യനെ അലോക് അനുവിനെ വിളിക്കും. അനു, എടി അനു, നീ ഇങ്ങോട്ട് വന്നേ, എൻ്റെ പേഴ്സ് നിർത്തുക എന്ന് പറയും.
അപ്പോൾ അനുവിന് മനസ്സിലാവും, ഓ അച്ഛനെ കണ്ടത് കാരണമാണ് ഇവൻ ഈ കിടന്നിട്ട് ഈ ഷോ ഇറക്കുന്നതെന്ന്. അപ്പോൾ ഇവൾ ചോദിക്കും, നിനക്കിപ്പോൾ എന്തിനാ ഈ പല്ല് തേക്കുമ്പോൾ പേഴ്സ്? അതൊന്നും നീ അറിയണ്ട, നീ ഭർത്താവിൻ്റെ കാര്യങ്ങൾ അത് ഭാര്യ അനുസരിച്ചാൽ മാത്രം മതി, കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് അനുവിനെ ആലോക ആട്ടിവിടുകയാണ്. അപ്പോൾ ബാലന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ ആലോക ചിരിക്കുകയാണ്, ഹോ 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 അടിപൊളി, ബാലൻ്റെ മനസ്സൊന്ന് വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത സീൻ കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന അലോകാണ്. അപ്പോൾ അലോകിന് വല്യമ്മ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അലോക് പറയും, വല്യമ്മയെ വേണ്ട, അനുവിനെ കൊണ്ട് ഭക്ഷണം വിളമ്പിച്ചാൽ മതി, അനു ഉണ്ടല്ലോ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ വല്യമ്മ പറയും, ആ ശരിയാണ്. അപ്പോൾ അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശിയും അവൻ്റെ അമ്മയൊക്കെ വരും. അപ്പോൾ ആ വല്യമ്മ പറയും, നമ്മളൊക്കെ ഇപ്പോൾ ഔട്ടായി, കാരണം അവനിപ്പോൾ അനു ഭക്ഷണം വിളമ്പി കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ അനുവിനെ അപ്പം തന്നെ കാര്യം മനസ്സിലാവും, ഇതെന്തോ ഒരു പണിയാണ്. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഞങ്ങൾ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പാവുന്നില്ലെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകും, വല്യമ്മയൊക്കെ. അങ്ങനെ അനു ഭക്ഷണം വിളമ്പാൻ വേണ്ടി നിൽക്കുകയാണ്. അനുവിനെ എന്തോ ഒരു പണി എടുത്തുകൊണ്ടാണ് അലോക് നിൽക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. കൂടുതൽ വിശേഷങ്ങളും റിവ്യൂവും വളരെ നേരത്തെ അറിയാൻ നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.